വർഷം സ്ഥലം വാങ്ങിയേനെ ഞാനിവിടെ ഐഫോണിന്. അതെ, കൂട്ടിട്ടൊന്നുമില്ല. നമ്മള് ചെടികള് എന്താ പറയാ, നമ്മളെ പണ്ടത്തെ തറവാട്, ഞങ്ങള് ജനിച്ച് കളിച്ച് വളർന്ന് പെരുന്നാളും എല്ലാ കാര്യങ്ങളും ഇവിടെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മളെ പെരല്ലത്, ഇവിടെ ഇപ്പൊ ആരുമില്ല. സിഗരറ്റ് വലിച്ച് നോക്കും ഞാൻ. എങ്ങനെ സിഗരറ്റ് വലിച്ചിങ്ങനെ നോക്കും. ഇത് കൈ വെച്ചാണ്. വീഡിയോ നല്ല വൃത്തിക്ക് പിന്നെ എൻ്റെ അനിയൻ എടുക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ എല്ലാ കൈരേഖകളും നല്ല വൃത്തിക്ക് കാണുന്നുണ്ട്. പറയോ അങ്ങോട്ട് പോയോക്കെ ബാക്കിൽ പോയോ. ഇവിടെ എന്റെ നെല്ലിക്കന്റെ മരം ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. കാണല്ല, നെല്ലിക്കന്റെ മരം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളത് അല്ലാതായത് നമ്മ പണ്ട് ചൂടും ഓട്ടയുടെ ചൂടും ഒക്കെ ചൂടത് അതിന്റെ ഉള്ളിലാണ്. നമ്മളെ പണ്ടത്തെ അൽമാറ തേങ്ങ ഒക്കെ ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ ഇങ്ങനെ ചുട്ടിടും, നമ്മളിങ്ങനെ തിന്നും. എൻ്റെ ഉപ്പാൻ്റെ അൽമാറ. ഇതെന്താടാ? വന്നപ്പ അതിന്റെ ഉള്ളിൽ കിടും. പോകുമ്പോടുത്തോ, എനിക്കൊരു സംശയം. ഇത് നമ്മളെ ബാത്റൂം, മെയിൻ ബാത്റൂം. നല്ല തണുപ്പുള്ള വെള്ളത്തിൽ നമുക്ക് ഇവിടുന്ന് വിളിക്കാം. എന്റെ ക്രാബ്, അത് എന്റെ ക്രാബ് അല്ലേ? അപ്പൊ കൊടുന്നേക്കാം. ഞാൻ പണ്ട് തെറ്റിയിട്ടുണ്ടെങ്കില്, വീട്ടുകാരായിട്ടും തെറ്റി അടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വേഗം ഇവിടെ ഒരു കോണി വെച്ചാൽ ഇവിടെ കയറിയത് ഇവിടെ ഇരിക്കും നിരാഹാരം. പിന്നെ അവിടുന്ന് ഇറങ്ങൂല. പിന്നെന്താ, എന്നെ പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കോണി കയറി ഞാൻ മേലെ പോവും. അപ്പൊ പിന്നെ കൂടുതൽ ആരും ഒന്നും പറയാറില്ല. ചത്തോട്ടേന്ന് കരുതും. ഇല്ല, ഒന്നും പറയാ. നമ്മള് പോയിട്ടുണ്ടായ ചക്ക ആന്റി വല്ലാതെ അടിച്ചോരി ഒരു ഇല പോലും ഇല്ലാതെ നോക്കിക്കൊണ്ടിരുന്നാണ്. ഇത് ഞാനും പണ്ട് ഒപ്പിനോട് ഉപ്പിട്ട് കളിക്കാം. പിന്നെതാ ഈ രണ്ട് കുട്ടികള്, ഈ കാണുന്ന കുട്ടി ഒരു ഡ്രസ്സ് ഇടാതെ ഇവിടെ നിന്ന് എടുക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് വേണമെങ്കിൽ ഞങ്ങള് കൂട്ടത്തിൽ ഒരു കൊളാക്ഷൻ മെൻഷൻ ചെയ്യാം. നമ്മളിങ്ങനെ ഒന്ന് ബാക്കി കാണാൻ പറ്റും, ഒന്ന് പിടിച്ച് നിൽക്കുക. വളരെ എവിടെ ചാമ്പക്ക? പോയാലോ? സഞ്ചുണ്ടെങ്കിൽ സഞ്ചു ഉണ്ടാവും. നമ്മളെ ചാമ്പക്ക മമ്മൂന്റെ പേരല്ലേ അത്? മമ്മൂന്റെ പേരല്ലേ? അങ്ങനെ നമ്മൾ പുറംഭാഗം എല്ലാം കണ്ട് ഒന്ന് ഓർമ്മയൊക്കെ പുതുക്കിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നു കേട്ടോ. കൂടുതൽ നേരം നമ്മൾ അവിടെ നിന്നില്ല, സങ്കടം വരും. അതുകൊണ്ട് നീ മനസ്സിൽ കണ്ടാൽ ഞാനത് ആകാശത്ത് കാണുമെന്ന് പറയുന്നൊരു സംഭവമില്ലേ, അതാണ് കേട്ടോ ഇപ്പോൾ അവിടെ സംഭവിച്ചത്, വേറൊന്നുമല്ല. എനിക്ക് ഈ സാധനം കൊണ്ടുവന്നതിന് വളരെ നന്ദിയുണ്ട്. ഇതവിടെ ഉണ്ടായതാ? എനിക്ക് എന്ത് ഇഷ്ടമാന്ന് വെച്ചിട്ട് ഈ സാധനം എന്നറിയോ, ഞാൻ കഷ്ടപ്പെട്ട് എന്റെ അമ്മ അവിടുന്ന് തോട്ടുണ്ടാക്കി തന്ന് ഞാൻ പോയി അറുത്ത് കൊണ്ടാണ്. താങ്ക് യു സോ മച്ച്. നേരത്തെ അതേ സ്ഥലത്തേക്ക് നമ്മൾ പിന്നെയും പോയിക്കാണ് കേട്ടോ. കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഇവർ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയപ്പോൾ നമ്മൾ ഇവരും കൂട്ടിയാണ്ട് പിന്നെയും പോയി അങ്ങോട്ട്. അങ്ങനെ താത്താൻ്റെ അളിയനെയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റായി. താത്താനും കുട്ടീനായിട്ട് വീണ്ടും പോയി ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് വന്നതാണ്. ഇതാണ് നമ്മുടെ മെയിൻ അതെ, കോസ്റ്റ്യൂം 36 നമുക്ക് സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടി നമ്മൾ പോയി. ഗൈസ്, ഒരു ഇവിടുത്തെ എല്ലാവർക്കും ഈസോ എന്റെ ഫാൻസ് നമ്മൾ വീണ്ടും വീട്ടിലോട്ട് എത്താനായി. ബൈ. രാത്രി നമ്മളെ പേരിൽ നമ്മൾ ലൈറ്റ് ഇട്ട് കത്തിക്കുന്നു. ഇപ്പഴത്തെ സൈഡിൽ പടക്കം പൊട്ടിച്ച് കത്തിക്കുന്നു. സാധനം കയ്യിലുണ്ട്.
കമ്പിത്തിരിയിലെ കമ്പി നല്ല അസലായി കത്തിച്ചുക്കണം അവിടെ. പടക്കം പൊട്ടിക്കാൻ ഞങ്ങൾക്ക് വേറെ ആളെ ആവശ്യമില്ല. അളിയനുണ്ടാകുമ്പോൾ പിന്നെ മൂപ്പര് നോക്കിക്കോളും ബാക്കി എല്ലാ കാര്യം. ആ കണ്ട പടക്കങ്ങളൊക്കെ ഒരു 5 മിനിറ്റ് കൊണ്ടാണ് കേട്ടോ മൂപ്പര് പൊട്ടിച്ച് നിർത്തിക്കണം. നിരത്തി പൊട്ടിക്കലായിരുന്നു. അത് കാണി കണ്ടോ? നല്ല ഇതാവില്ല. കൂട്ടത്തോടെ എല്ലാവരും പാടെ പൂത്തിരി കത്തിക്കലായിരുന്നു കേട്ടോ. ഒപ്പം കിടന്ന് കറക്കാന്നുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു. കുറച്ച് ആൾക്കാരെ കത്തി, കുറച്ച് ആൾക്കാരുടെ കത്തിയില്ല. സംഭവം നല്ല രസമായിട്ടോ അങ്ങനെയൊക്കെ. രാവിനും പെരുന്നാൾ ദിവസം രാത്രി ഉള്ള വൈബിൽ അതൊരു വേറെ ലെവലിൽ. നല്ല ജീവനാണ് പോയി. ഒന്നാമത് കൈ പൊള്ളി നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈദ് വ്ളോഗ് ഇവിടെ കഴിഞ്ഞു. അപ്പം എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.